الحمد لله الذي أنزل على عبده الكتاب ولم يجعل له عوجا هو الذي أرسل رسوله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد. أيها الأخوة الأحباء، أوصيكم وإياي أولا بتقوى الله. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. واتل ما أوحي إليك من كتاب ربك لا مبدل لكلماته ولن تجد من دونه ملتحدا واصبر نفسك مع الذين يدعون ربهم بالغداة والعشي يريدون وجهه ولا تعد عيناك عنهم تريد زينة الحياة الدنيا ولا تطع من أغفلنا قلبه عن ذكرنا واتبع هواه وكان أمره فرطا فقل الحق من ربكم فمن شاء فليؤمن ومن شاء فليكفر إنا أعتدنا للظالمين نارا أحاط بهم سرادقها وإن يستغيثوا يغاثوا بماء كالمهل يشوي الوجوه بئس الشراب ساءت مرتفقا إن الذين آمنوا وعملوا الصالحات إنا لا نضيع أجر من أحسن عملا. صدق الله العظيم. പ്രിയമുള്ള സഹോദരീ സഹോദരന്മാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിധിവിലക്കുകൾ മാനിച്ചുകൊണ്ട് ജീവിക്കണമെന്ന് എന്നോടൊക്കെ പോലെ നിങ്ങളോട് ആദ്യമായി ഉണർത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. ജീവിതത്തിൽ നാം ഏത് സംഗതി ചെയ്യുമ്പോഴും അതിനൊരു മൂല്യം നിശ്ചയിക്കാറുണ്ട്. എന്ന് പറഞ്ഞാൽ എന്തിനാണ് ചെയ്യുന്നത്? ഏത് സംഗതി ചെയ്യുമ്പോഴും നമുക്കറിയാം എന്തിനാണ് ചെയ്യുന്നത്. അതിനൊരു വാല്യൂ ഉണ്ട്. എല്ലാത്തിനും വാല്യൂ ഉണ്ട്. പണത്തിന് മാത്രമല്ല, എല്ലാത്തിനും വാല്യൂ ഉണ്ട്. നമ്മുടെ ജീവിതത്തിനൊരു മൂല്യമുണ്ട്. നമ്മുടെ സമ്പത്തിനെ പോലെ തന്നെ ആരോഗ്യത്തിന് മൂല്യമുണ്ട്. എല്ലാ സംഗതികൾക്കും ഒരു മൂല്യം യഥാർത്ഥത്തിൽ കണക്കാക്കപ്പെടണം എന്നതാണ് മനുഷ്യ ജീവിതത്തിലെ പ്രവർത്തനങ്ങളുടെ അടിയാധാരമായ വിഷയം. അപ്പൊ മൂല്യം എങ്ങനെ കണക്കാക്കും എന്നുള്ളതാണ് വിഷയം. വളരെ ഗൗരവമുള്ള ഒരു സംഗതി. ഓരോന്നിന്റെയും മൂല്യം നമ്മൾ എങ്ങനെ കണക്കാക്കും. ഇപ്പൊ ഉദാഹരണത്തിന് ഒരുപാട് ലക്ഷങ്ങളും കോടികളും ഉള്ള ഒരാൾ, അയാളൊരു 1000 രൂപ ദാനം ചെയ്തു, അതിനൊരു മൂല്യമുണ്ട്. വളരെ കഷ്ടപ്പെട്ട് രാവിലെ മുതൽ വൈകുന്നേരം വരെ ട്രോളി കളിച്ച് 300 രൂപ ഉണ്ടാക്കുന്ന ഒരാൾ 10 രൂപ സംഭാവന. ഇത് രണ്ടിനും ഒരു മൂല്യം നിശ്ചയിക്കാൻ പറ്റില്ല. ഇത് പണം തന്നെയാണ്, അധ്വാനമാണ്. രണ്ടിനും വ്യത്യസ്തമായ മൂല്യങ്ങളാണ്. അങ്ങനെ ഓരോ സംഗതിയും മൂല്യത്തെ സംബന്ധിച്ച് വ്യത്യസ്തമായ കാഴ്ചപ്പാടുകളും അഭിപ്രായങ്ങളാണ്. അതേപോലെ കൺസെപ്റ്റാണ്, അൺഡിഫൈനബിൾ കൺസെപ്റ്റാണ്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിശദീകരിക്കാനാവാത്ത
ഒരു സങ്കല്പമാണ് ഈ മൂല്യം എന്ന സംഗതി. ഓരോ സംഗതിക്ക് തന്നെ മൂല്യത്തിന് വ്യത്യാസം ഉണ്ടാവും. നമ്മൾ രണ്ടാൾ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ സദസ്സിൽ വെച്ച ഒരാൾ ജോലി ചെയ്യുന്നത് ചീത്ത വാക്കുവാണ്, വേണ്ടപ്പെട്ട ആളാണ് സദസ്സിൽ വെച്ച്. അപ്പോൾ ഭയങ്കരമായിട്ട് ഗൗരവത്തിലെടുക്കുക. നമ്മളെ സ്വകാര്യ സംഭാഷണം നടത്തുമ്പോൾ അതേ വാക്ക് ഉപയോഗിച്ചാൽ കളയും. ആ മൂല്യത്തിൽ വ്യത്യാസം. ഓരോ സംഗതികളും വളരെ ഗൗരവമുള്ള സംഗതി. അപ്പൊ എല്ലാ സംഗതിക്കും അതിൻ്റെതായ ഒരു മൂല്യം അനിവാര്യമാണ് എന്നുള്ളത് ആധുനിക ലോകവും പൗരാണിക ലോകവും ഒക്കെ തീരുമാനിച്ച് സമ്മതിച്ചാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല മൂല്യത്തെക്കുറിച്ച് നമ്മൾ പഠിക്കുന്നു. ഏത് വിഷയത്തിനും മൂല്യം നിശ്ചയിക്കേണ്ടത് സത്യം അടിസ്ഥാനപ്പെടുത്തിയാണ്. സത്യവിശ്വാസവുമായി ബന്ധപ്പെടുത്തിയാണ് മൂല്യം നിശ്ചയിക്കേണ്ടത്. ഏതൊരു പ്രവൃത്തിയും സത്യവുമായി ബന്ധപ്പെട്ട് അതുമായി ബന്ധപ്പെട്ട വിശ്വാസവുമായി ബന്ധപ്പെട്ടാണ് മൂല്യം നിശ്ചയിക്കാൻ ഉപയോഗിക്കേണ്ടത്. അങ്ങനെ വിശകലനം ചെയ്തു വരുമ്പോൾ ആധുനിക ലോകത്ത് നടക്കുന്ന പല സംഭവങ്ങളും തെറ്റും അനാവശ്യവുമാണ് എന്ന് നമുക്ക് തോന്നും, മനസ്സിലാവുകയും ചെയ്യും. കാരണം നമ്മുടെ മൂല്യങ്ങളും മാനദണ്ഡങ്ങളും വ്യത്യസ്തമാണ്. സമകാലിക സമൂഹത്തിന്റെ മൂല്യങ്ങളും മാനദണ്ഡങ്ങളും വ്യത്യസ്തമാണ്. ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ഒരുപാട് വലിച്ചു വായിച്ച് ഭയങ്കര പ്രാധാന്യത്തോടെ പറയുക, വളരെ അനിവാര്യമായ സംഗതികൾ മിണ്ടാതിരിക്കുക, ഇങ്ങനെയുള്ളൊരു സ്വഭാവം ആധുനിക ലോകത്തിന് വളരെ വലിയൊരു ലോകമായി ബാധിച്ചിട്ട് ഒരുപാട് വർഷങ്ങളായി എന്നുള്ളതാണ്. അപ്പൊ യഥാർത്ഥത്തിൽ എന്താണ് സത്യം? സത്യം എന്നത് എന്താണ് എന്ന് ആദ്യം മനസ്സിലാക്കണം. അതാണ് എല്ലാ ആളുകളുടെയും ഗവേഷണത്തിന്റെയും പഠനത്തിന്റെയും ഒക്കെ ആകത്തുക. സത്യം കണ്ടെത്താൻ വേണ്ടിയാണ്. ഒരു കേസന്വേഷണം സത്യം കണ്ടെത്താൻ വേണ്ടിയാണ്. ഒരു സാധനത്തിന്റെ ഒറിജിനാലിറ്റിയെ കുറിച്ച് അല്ലെങ്കിൽ അതിന്റെ ഒറിജിനെ കുറിച്ച് അന്വേഷിക്കണം സത്യം കണ്ടെത്താൻ. അപ്പൊ പ്രപഞ്ചത്തിൽ ആത്യന്തികമായ സത്യം എന്താണ് എന്ന് പ്രപഞ്ചത്തിന്റെ സൃഷ്ടാവായിരിക്കുന്നത് അല്ലാഹ് എന്ന യാഥാർത്ഥ്യം. അല്ലാഹു എന്ന യാഥാർത്ഥ്യമാണ്, അതാണ് നിലനിൽക്കുന്ന യാഥാർത്ഥ്യം. മറ്റുള്ളതെല്ലാം താൽക്കാലികമാണ്. സ്വന്തമായി എന്തെങ്കിലും ഉള്ള ഒരു പടപ്പും ഈ പ്രപഞ്ചത്തിൽ എവിടെയില്ല. ഇത് വേദഗ്രന്ഥത്തിലെ വിജ്ഞാപനം മാത്രമല്ല, പ്രകൃതിയിൽ നിലനിൽക്കുന്ന ഒരു യാഥാർത്ഥ്യം കൂടിയാണ്. ഈ പ്രപഞ്ചത്തിന്റെ പ്രകൃതിയിൽ നിലനിൽക്കുന്ന ഒരു യാഥാർത്ഥ്യം. അത് ശാസ്ത്ര ഗവേഷണത്തിലൂടെ, പഠനത്തിലൂടെ, വിശകലനത്തിലൂടെ മനുഷ്യ മനസ്സിന് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു സത്യമാണ്. അപ്പൊ നമ്മൾ ഓരോന്നിനും പരിശോധിക്കാം. നമ്മൾ ഭൂമിയെ പരിശോധിക്കും, ഭൂമിയിലെ വസ്തുക്കളെ പരിശോധിക്കും. അവസാനം അതിൽ നമ്മൾ ഓരോന്നും തീരുമാനിക്കും. ഇതിങ്ങനെ കുറെ മൂലകങ്ങൾ ഉണ്ടാക്കിയതാണ്. കുറെ മൂലകങ്ങളാണ് വസ്തുക്കൾ ഉണ്ടായത്. വസ്തുക്കൾ കൊണ്ടാണ് മനുഷ്യ ശരീരവും മൃഗത്തിന്റെ ശരീരവും അതുപോലെയുള്ള ഉണ്ടായത്. മൂലകങ്ങളെ പരിശോധിച്ചപ്പോ അത് അണുക്കൾ, ആറ്റം എന്നാണ് പറഞ്ഞത്. ആറ്റമിന്റെ താഴേക്ക് ഇങ്ങനെ താഴെ പോയി അവസാനം ഇതെന്താണ് എന്ന് മനസ്സിലാക്കാൻ കഴിയാത്ത ഏതോ ഒരു എനർജി, അതായത് ഊർജമാണ്. അപ്പൊ ഈ ഊർജം സ്വയം ഉണ്ടാവില്ല. ഊർജത്തെ ആർക്കും ഉണ്ടാക്കാൻ പറ്റില്ല, ഉള്ള ഊർജത്തെ നശിപ്പിക്കാൻ പറ്റില്ല. അപ്പൊ ഇത് എവിടെയോ ഉള്ള സാധനം. അപ്പൊ അനന്തമായ ഒരു ഊർജ ഭണ്ഡാരമുണ്ട്, അതോ കാണാൻ പറ്റാതെ. അപ്പൊ അദൃശ്യമായ അനന്തോർജത്തിൽ നിന്ന് നിരന്തരമായി പ്രവഹിക്കുന്ന ഊർജകണങ്ങളാണ് ഈ പ്രപഞ്ചത്തിലെ എല്ലാം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് എന്നത് യാഥാർത്ഥ്യമാണ്. അതൊരു പ്രകാശമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അല്ലാഹു സമാവാതി വൽ അർദ് പറഞ്ഞതിനെ പരിചയപ്പെടുത്തിയിട്ടുണ്ട്. മനുഷ്യന് കാണാനാവാത്ത, തൊടാനാവാത്ത അതിസങ്കീർണമായ ഒരു ഊർജ ശേഖരത്തിൽ നിന്ന് പ്രവഹിച്ചുകൊണ്ടിരിക്കുന്ന ഊർജമാണ് യഥാർത്ഥത്തിൽ ഇവിടെ വസ്തുക്കളെയും വസ്തുവകളെയും അതിനോട് ബന്ധപ്പെടുന്ന വസ്തുതകളെയും, അതായത് ജീവൻ, ആത്മാവ്, മനസ്സ്, ചൂട്, തണുപ്പ്, ഇതൊന്നും സ്വന്തം നിലനിൽക്കില്ല. ജീവൻ നടക്കുന്നില്ല. ജീവൻ ഏതെങ്കിലും അറ്റാച്ച്ഡ് ആണ്, അതായത് നമ്മുടെ കൂടെ അല്ലെങ്കിൽ ജന്തുക്കളുടെ കൂടെ അല്ലെങ്കിൽ സസ്യത്തിന്റെ കൂടെ. ചൂട് വെറുതെ നടക്കുന്നില്ല. ചൂടിന് സഞ്ചരിക്കാനുള്ള മാധ്യമം വേണം, വായു വേണം, പ്രതലം വേണം, തണുപ്പ്, ഇങ്ങനെ ഒരുപാട് വസ്തുതകളുണ്ട്. ഇത് നമുക്ക് കണ്ടെത്താൻ പിടിക്കാൻ പറ്റില്ല, പക്ഷെ അനുഭവിക്കാൻ പറ്റും. അത്ഭുതകരമായ ഈ സംഗതികൾ ഇതെല്ലാം ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് അനന്തമായ ഊർജത്തിൽ നിന്ന് വന്നതാണ് എന്ന് ഇപ്പോൾ ന്യൂക്ലിയർ ഫിസിക്സിന്റെയും അതുപോലെ തന്നെ കെമിസ്ട്രി, അതായത് രസതന്ത്രത്തിന്റെയും ജനറ്റിക് എഞ്ചിനീയറിംഗിന്റെയും ആഴങ്ങളിൽ തപ്പിയ ആധുനിക ശാസ്ത്രകാരന്മാര് പറഞ്ഞിട്ട് ഇവിടെ നിലനിൽക്കുന്ന ഒരു യാഥാർത്ഥ്യം അതിശക്തമായ, എല്ലാത്തിനും കഴിവുള്ള,
ഒരു സത്യം, അത് മാത്രമാണ്. അപ്പൊ ബാക്കിയുള്ളതൊക്കെ ഉണ്ടായതാണ്. ഉണ്ടായ സംഗതികളെല്ലാം വളരുന്നുണ്ട്, അത് നശിച്ചു പോവുകയും ചെയ്യും. അതും ഇപ്പോ നമ്മളെ മുന്നിൽ കാണുന്നതാണ്. അപ്പൊ ഈ ഒരു യാഥാർത്ഥ്യമാണ് യഥാർത്ഥത്തിൽ ശാസ്ത്രകാരന്മാരും ഇപ്പോൾ എത്തിച്ചേരുന്നത്. ഇത് തന്നെയാണ് ആദ്യം അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിച്ചത്. അല്ലാഹു ഖാലിഖുൽ കുല്ലി ഷൈ, എല്ലാം പടച്ചത് അല്ലാഹുവാണ്. എല്ലാത്തിനെയും പടച്ചത് അല്ലാഹു സുബ്ഹാനഹു വ തആലയാണ്. വഹുവ അലാ കുല്ലി ഷൈഇൻ വകീൽ. വെറും പടപ്പ് മാത്രമല്ല, സൃഷ്ടിപ്പ് മാത്രമല്ല, അതിന്റെ കൈകാര്യകർത്തൃത്വവും അല്ലാഹു മാത്രമാണ്. വേറെ ആർക്കും യാതൊരു തരത്തിലുള്ള യാതൊരു അവകാശമില്ലാത്ത, സ്വാതന്ത്ര്യമില്ലാത്ത ഒരു കൈകാര്യകർത്തൃത്വം അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ അടുത്ത് മാത്രമാണ്. പിന്നെ ഏത് സംഗതി നമുക്ക് ലഭ്യമാകുന്നത് അല്ലാഹു സുബ്ഹാനഹു വ തആല. അപ്പൊ നമുക്കുള്ളതെല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആലയിൽ നിന്ന് ലഭിച്ചതാണ്. നാമും നമുക്കുള്ളതും അല്ലാഹുവിൽ നിന്നുള്ളതാണ്. അത് ആത്യന്തികമായി നമ്മുടേതല്ല, അത് താൽക്കാലികമാണ്. ആ ഓരോ സംഗതിക്കും നമ്മൾ ഉത്തരം പറയേണ്ടി വരും എന്ന ഒരു ബോധം ഓരോ മനുഷ്യന്റെയും മനസ്സിൽ അങ്കുരിപ്പിക്കുക. ഈ യാഥാർത്ഥ്യ ബോധം അതിങ്ങനെ ഒരുപാട് നിർദ്ദേശങ്ങളിലൂടെ, കഥകളിലൂടെ, ചരിത്ര സംഭവങ്ങളിലൂടെ, ചിലപ്പോൾ ഭീഷണിയിലൂടെ എങ്ങനെ നിരന്തരമായി പറഞ്ഞുകൊണ്ടിരിക്കുന്നതാണ്. അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഈ സംഗതിയുടെ നിന്റെ രക്ഷിതാവിന്റെ ഗദ്വീഗ്രന്ഥത്തിൽ നിന്ന് നിനക്ക് വെളിപാടായി ലഭിച്ചത് നീ അവർക്ക് പാരായണം ചെയ്തിരിക്കുക എന്ന് പറഞ്ഞാൽ അത് നിരന്തരമായി പാരായണം ചെയ്തുകൊണ്ടിരിക്കാൻ പ്രവാചകനോട് അതിന്റെ അനുയായികളോട്. എന്തിനാണ്? യാഥാർത്ഥ്യ ബോധം നിലനിൽക്കാൻ. നമ്മൾ എന്ത് ചെയ്യുമ്പോഴും എന്തെടുക്കുമ്പോഴും ഇതൊക്കെ എനിക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല തന്നതാണ് എന്നത് ഒരു ഉത്തമ ബോധ്യത്തോടു കൂടി മാത്രമല്ല, അത് പ്രഖ്യാപിക്കലാണ് സാക്ഷ്യം വയ്ക്കുക. ഞാൻ എന്നത് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ സൃഷ്ടിയാണ്, എനിക്കുള്ളത് എന്റെ രക്ഷിതാവ് തന്നതാണ്. ഒരുപാട് സ്ഥലത്ത് പറഞ്ഞിട്ടുണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല. നിനക്ക് മനസ്സിലാവുമോ? നീ സുബ്ഹാനല്ലാഹ്, അൽഹംദുലില്ലാഹ്, അല്ലാഹു അക്ബർ എന്നിങ്ങനെ പറഞ്ഞാൽ അതെല്ലാം കൂടെ അടച്ചുകൂടി നീ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞുകൊണ്ട് നടക്കണം. കാരണം അതാണ് യഥാർത്ഥത്തിൽ അതിന്റെ ആകസത്ത എന്ന് നമ്മൾ പഠിപ്പിക്കും. ഇതാണ് നമ്മൾ മുസ്ലിമായിരിക്കുക, സാക്ഷ്യം വയ്ക്കുക, ഷഹാദത്ത് സ്വീകരിക്കുക എന്നൊക്കെ പറയുന്നതിന്റെ അർത്ഥം. നാമും നമുക്കുള്ളതും അല്ലാഹുവിൻ്റെതാണ് എന്ന ദൃഢമായ ബോധ്യം. അപ്പൊ ഒരു വ്യക്തിയുടെ അല്ലെങ്കിൽ മറ്റൊരാളിന്റെ ഉടമസ്ഥതയിലുള്ള ഒരു സംഗതി നമ്മൾ കൈകാര്യം ചെയ്യുമ്പോൾ അതിനൊരു മാന്യത, ആ ഓണർഷിപ്പ് ഉറക്കെ പറയില്ല. നീ പ്രഖ്യാപിക്കണം സത്യം നിന്റെ രക്ഷിതാവ് എന്നുള്ളതാണ്. ഇത് സ്വീകരിച്ചാൽ മാത്രം പോലെ ഉറക്കെ പറയാൻ വേണം, ഞാൻ അല്ലാഹുവിൻ്റെതാണ്. അത് മരിക്കുമ്പോൾ പോലും പറയണം. ജീവിച്ചിരിക്കുമ്പോൾ മാത്രമല്ല, മരിക്കുമ്പോൾ പോലും പറയണം ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. നമ്മളൊക്കെ പറയാറുണ്ട്, പക്ഷെ അർത്ഥം തിരിയാറില്ല. അവിടെ എന്റെ പ്രശ്നം. അല്ലെങ്കിൽ മരിച്ചെന്നിട്ടാൽ ഇന്നാ ലില്ലാഹി ഇന്നാ ഇലൈഹി റാജിഊൻ എന്നൊക്കെ വിളിച്ചു പോവും. നമ്മൾ വിചാരിക്കണം ഈ മരിക്കുമ്പോൾ വിളിച്ചു കൊള്ള എന്തോ ഒരു ആപ്തവാക്യാണ്. അല്ല, ഒരു സത്യം അവസാന ശ്വാസത്തിലും സത്യപ്രഖ്യാപനമാണ്. ജീവിതത്തിലുടനീളം പ്രഖ്യാപിക്കുന്ന സത്യം അവസാന നിമിഷത്തിലും സത്യം പ്രഖ്യാപിക്കും. ഈ സത്യം പ്രഖ്യാപിച്ചുകൊണ്ട് നടക്കുന്ന മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവനൊരിക്കലും പൊങ്ങച്ചം കാണിക്കില്ല, അഹങ്കാരം കാണിക്കില്ല. അഹങ്കാരം കാണിക്കാതെ യാഥാർത്ഥ്യ ബോധം നിലനിർത്തുന്നതിന് വേണ്ടിയാണ് ഈ സത്യം മനുഷ്യന് ആവർത്തിച്ച് പറയണം. അത് പറയാനുള്ള ട്രെയിനിങ് ആണ് ഇന്ന സ്വലാത്തി വനുസ്കി വമഹ്യായ വമമാതി ലില്ലാഹി റബ്ബിൽ ആലമീൻ എന്ന് നമ്മളെ കൊണ്ട് ഇങ്ങനെ പറയുന്നത്. അപ്പൊ നമുക്ക് ലഭ്യമായ എല്ലാ സംഗതികളും, ആ സംഗതികളിൽ നമ്മൾ മാന്യവും ഉത്തമമായൊരു നിലപാട് കൈക്കൊള്ളണം, അല്ലെങ്കിൽ അത് വലിയ പഴപ്പമായി പോകും എന്നുള്ള സുബ്ഹാനഹു വ തആല പറയാം. ഏത് സംഗതിയും അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ അനുമതിയോടുകൂടി കാരുണ്യത്തോടുകൂടി ലഭിച്ചതാണ് എന്ന് മനസ്സിലാക്കുകയും ആ വിശ്വാസം പ്രഖ്യാപിക്കുകയും അതിന് നന്ദി രേഖപ്പെടുത്തുകയും ചെയ്യുമ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല കൂട്ടിത്തരുന്നതാണ്. അപ്പൊ നമ്മുടെ നന്മകൾ, അവദാനങ്ങൾ വാഴ്ത്തപ്പെടുമ്പോ, ഗാംഭീര്യം എടുത്തു പറയുമ്പോ, അല്ലെങ്കിൽ സർവീസുകൾ എടുത്തു പറയുമ്പോ നമ്മൾ സൂക്ഷിക്കും, മനുഷ്യന്മാരെ സൂക്ഷിക്കും. പക്ഷെ ആധുനിക ലോകത്ത് മഹത്വത്തിന്റെ ലക്ഷണമായി കാണുന്നത് ഇതൊന്നും അല്ലാത്തതാണ്. അവതാരം ആരെങ്കിലും മരിച്ചു കഴിഞ്ഞാൽ പിന്നെ അവന്റെ അവദാനങ്ങളെ വാഴ്ത്തിയിട്ട് പത്രക്കാരും റേഡിയോയും ടിവിയും ചാനലും റോഡിലും സകല ജാതി സ്ഥലത്ത് തന്നെ
എവിടെയെങ്കിലും ഒരു സ്ഥലത്ത് രക്ഷിതാവ് നൽകിയതാണ് എന്നൊരു പരാമർശം വയ്ക്കാൻ കാണില്ല. സത്യം മറച്ചു വെക്കാനുള്ള മനുഷ്യന്റെ ഒരു വ്യഗ്രതയാണ്. ഇത് അള്ളാഹു തന്നതാണ് എന്ന് ഒരു സ്ഥലത്ത് പോലുമില്ല. അതുകൊണ്ട് തന്നെ അള്ളാഹുവിനെ സ്മരിക്കാത്ത ഏത് അവതാര വാഴ്ത്തലുകളെയും അള്ളാഹു തആല നള്ളിപ്പെരില്ല, അതിന് പ്രതിഫലമില്ലാതാണ്. അപ്പൊ ഏത് അവതാര വാഴ്ത്തലുകളും ഇതൊക്കെ പറയുമ്പോ പ്രശസ്തരെയും മഹത്തുക്കളെയും ആദരിക്കണമെന്നോ സൽക്കർമ്മങ്ങളെ പൊഴുത്തി പറയണമെന്നോ അല്ല. ഏത് സൽക്കർമ്മങ്ങളെയും പൊഴുത്തി പറയാൻ റസൂൽ പറഞ്ഞിട്ടുണ്ട്. ഏത് പ്രശസ്തരെയും ആദരിക്കും. പക്ഷെ അതിനോടൊപ്പം ചെയ്യേണ്ട ഒരു മഹത്തായ സംഗതി, അതിന് കഴിവ് തന്ന രക്ഷിതാവിന്റെ നാമം സ്മരിച്ചുകൊണ്ടായിരിക്കണം. അത് പ്രഖ്യാപിച്ചുകൊണ്ടേ പറയാൻ പാടുള്ളൂ എന്നുള്ള ഓരോ സന്ദർഭത്തിലും അല്ലാഹു സ്വയം സുബ്ഹാനല്ലാഹ് യുസബ്ബിഹു ലില്ലാഹി എന്ന് പറഞ്ഞിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ സംഗതി പറയുന്നത്. അത് പല കോലത്തിലാണ്. ഇത് പൂർണ്ണമായി അനുഷ്ഠിക്കാൻ വേണ്ടി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമസ്കരിച്ച് കാലിൽ നീരടിച്ച കാര്യങ്ങൾ റമദാൻ ഞാൻ സൂചിപ്പിക്കണ്ടായി. ഇത് മുഹമ്മദ് അപേക്ഷ കൊടുത്തിട്ട് ആയതല്ലോ. ആ വ്യക്തിത്വം പ്രപഞ്ചത്തിൽ ഏറ്റവും വലിയ വ്യക്തിത്വം. അതിനു മുമ്പോ അതിന്റെ പിമ്പോ ചരിത്രത്തിൽ അത്തരം ഒരു വ്യക്തിത്വം ഉണ്ടായിട്ടില്ല. അത് തന്നെ ആമിനയുടെ മകനായി ജനിച്ചിട്ട് അപേക്ഷ കൊടുത്ത് എന്നെ പ്രവാചകനാക്കണം എന്ന് പറഞ്ഞാക്കിയതല്ല, അല്ലാഹു തആല തീരുമാനിച്ചിട്ട് കൊടുത്തതാ. അപ്പൊ എന്നിട്ട് ആ അവതാരം, ആ ശക്തി, ആ പ്രവാചകത്വത്തിന്റെ ഏറ്റവും ഉന്നതമായ സ്വഭാവ വിശേഷ പെരുമാറ്റ രീതികൾ എന്നിലൂടെ പുറത്തു വന്നപ്പോ എനിക്ക് മഹത്തായ ഒരു സ്വർഗീയ സ്ഥാനം അല്ലാഹു തആല എത്തിച്ചപ്പോ ഞാനൊരു നന്ദിയുള്ള അടിമയാവട്ടെ. അതാണ് ഭാര്യയോട് ചോദിച്ചത്. ഒരുപാട് നീരടിച്ചപ്പോ ആയിഷ ചോദിച്ചു, അല്ല നബി എന്തിനാണ് ഇങ്ങനെ ഇത്രയും കഷ്ടപ്പെട്ട് നിസ്കരിക്കണത്? നിങ്ങളെ തെറ്റൊക്കെ പുറത്തു വരുന്നത്. അഫല അകൂന അബ്ദൻ ശകൂറ യാ ആയിഷ, അല്ല ഞാനൊരു നന്ദിയുള്ള അടിമയായിരിക്കണ്ടേ? അതാണ് നമ്മുടെ മാതൃക. കാരണം നമ്മളെ സ്വപ്നം കാണാൻ പഠിപ്പിച്ചത് അല്ലാഹുവിന്റെ പ്രവാചകനാണ്. ചെറിയ സ്വപ്നമല്ല, മിന്നാമലിന്റെ വെട്ടത്തിൽ നഷ്ടപ്പെട്ടു പോകുന്ന നൈമിഷികമായ സ്വപ്നമല്ല, അനന്തമായി നിലനിൽക്കുന്ന സ്വർഗം സ്വപ്നം കാണാൻ പഠിപ്പിച്ചത് സത്യവിശ്വാസത്തിന്റെ നേതാവായ പ്രവാചകന്മാരാണ്. മനുഷ്യർ കാണുന്ന സ്വപ്നം അത് അല്ലാഹുമായിട്ടുള്ള മുലാഖാത്തിന്റെ സ്വർഗത്തിന്റെ സ്വപ്നമാണ്. ഭൗതിക ജീവിതത്തിന്റെ ചില അരങ്ങളിൽ കിട്ടുന്ന എന്തെങ്കിലും ഇട്ടവട്ടത്തിൽ കിട്ടുന്ന സാധനത്തെ സ്വപ്നം കാണാനല്ല അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിച്ചത്. ഈ പ്രപഞ്ചാതിർത്തിക്ക് അപ്പുറത്തേക്ക് കടന്നു നിൽക്കുന്ന അനന്തമായ ജീവിതത്തിന്റെ മഹോന്നതമായ ആ മേഖലകളിലൂടെ ജന്നത്തുൻ തജ്രി മിൻ തഹ്തിഹൽ അൻഹാർ, അവിടെ എത്തിക്കുന്ന സ്വപ്നം പഠിപ്പിച്ചു. അതിനേക്കാൾ വലിയൊരു സ്വപ്നം പഠിപ്പിക്കാൻ ഈ പ്രപഞ്ചത്തിൽ ആരും ജനിച്ചിട്ടില്ല, ജനിക്കാനൊട്ട് കഴിവില്ല. അതാണ് മഹത്തായ സ്വപ്നം, അതാണ് അനന്തമായ സ്വപ്നം, നശിച്ചു പോകാത്ത സ്വപ്നം, മനുഷ്യന് ഊർജ്ജസ്വലതയോടുകൂടി. അതെല്ലാം നമ്മുടെ ആവശ്യമുണ്ട്. പക്ഷെ നമ്മളതെല്ലാം പറഞ്ഞിട്ട് നമ്മൾ വേറെന്തൊക്കെ ചില സംഗതികള് ആധുനിക ലോകത്ത് ഇങ്ങനെ പറയുമ്പോൾ അതിന്റെ പിന്നാലെ പാഞ്ഞു കിടക്കുന്ന സത്യവിശ്വാസി സമൂഹത്തെയാണ് സമകാലിക ലോകത്ത് കാണുന്നത്. വളരെ നിർഭാഗ്യകരമാണ്. സമകാലിക ലോകത്ത് നടക്കുന്ന സംഭവങ്ങൾ നോക്കുമ്പോ നമ്മളെ ഏറ്റവും മഹത്തായ ജീവിത വഴിയിലൂടെ ഏറ്റവും ഉന്നതമായ സ്വപ്നം, ഒരിക്കലും അവസാനിച്ചു പോകാത്ത മഹത്തായ സ്വർഗീയ സ്വപ്നം, സ്വർഗം എന്നൊരു സ്വപ്നമാണ്. സ്വർഗം എന്ന സ്വപ്നം കാണാൻ പഠിപ്പിച്ച മഹാനായ പ്രവാചകൻ നമ്മളോട് പറഞ്ഞു, ഏത് സംഗതി പറയുമ്പോഴും അതിന്റെ ആ ക്രെഡിറ്റ് സ്വന്തം ഏറ്റെടുക്കലേ, അതിന്റെ ഉടമസ്ഥനായ അള്ളാഹുവിന് വിട്ടുകൊടുക്കൂ. അതാണ് അള്ളാഹുവിന് ഇഷ്ടം. ഒരുപാട് കാലത്തെ കഷ്ടപ്പാടുകൾ, ബുദ്ധിമുട്ടുകൾ, നാട്ടിൽ നിൽക്കാൻ വയ്യാതെ അനുയായികളുണ്ട് മദീനയിലേക്ക് വാങ്ങി. അവിടെയും പോയി യുദ്ധം ചെയ്തു. അവസാനം ശക്തി സംഭരിച്ച് തിരിച്ചു വന്ന് മക്കത്ത് വന്ന് എല്ലാം അടിച്ച് തകർത്ത് കീഴടക്കി മക്കം പത്തുണ്ടായപ്പോ പ്രവാചകൻ തെളിഞ്ഞു എന്ന് പറയാം, ആ ഞാൻ വിജയിച്ചിരിക്കുന്നു എന്ന് പറയാൻ പറ്റും. പക്ഷെ അല്ലാഹു സുബ്ഹാനഹു വ തആല വിട്ടില്ല. അതായത് അല്ലാഹുവിന്റെ സഹായം വന്നാൽ, വിജയം വന്നു കഴിഞ്ഞാൽ, ജനങ്ങൾ കൂട്ടം കൂട്ടമായി ദീനിലേക്ക് വന്നു കഴിഞ്ഞത് നീ കണ്ടു കഴിഞ്ഞാൽ അപ്പൊ നീ നിന്റെ രക്ഷിതാവിനെ പ്രകൃതി അത്രയുള്ള മനുഷ്യൻ. അല്ലാഹുവിന്റെ സഹായം ഇല്ലെങ്കിൽ ഒന്നുമില്ല. അല്ലാഹു കാണിച്ചെന്നെങ്കിൽ കാണൂല, അല്ലാഹു പഠിപ്പിച്ചെന്നെങ്കിൽ പഠിക്കൂല, അല്ലാഹു അറിയിച്ചെന്നെങ്കിൽ അറിയില്ല, അല്ലാഹു ഊണെന്നെങ്കിൽ ഭക്ഷണം കഴിക്കൂല, അല്ലാഹു നടത്തിയില്ലെങ്കിൽ നടക്കൂല. ഇത് പറഞ്ഞുകൊണ്ട് നടക്കാൻ, ഉറക്കെ പ്രഖ്യാപിക്കാൻ വേണ്ടി അല്ലാഹു തീരുമാനിച്ച ഒരു സമൂഹമാണ്, യഥാർത്ഥത്തിൽ പേരിട്ട് വിളിച്ച ഒരു സമൂഹമാണ് മുസ്ലിം സമൂഹം, മുസ്ലിം സമുദായം. ഒരുപാട് സ്ഥലത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇങ്ങനെ പലതരം പേരുകളിൽ പറഞ്ഞിട്ട് നിങ്ങൾ ഏറ്റവും ഉത്തമമായ സമൂഹമാണ്, നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നന്മയുള്ള സമൂഹമാണ്,
ജനങ്ങളെ മുന്നിൽ നിന്ന് നയിക്കാനുള്ള സമൂഹമാണ്. നിങ്ങൾ പറയേണ്ടത് ഈ പ്രപഞ്ചത്തിന്റെ നാഥനേകനാണ്, അവനല്ലാതെ അധികാരിയില്ല, അവനല്ലാതെ ആരാധനയ്ക്ക് അർഹനില്ല, അതിന് ഞാനാണ് അവ്വലുൽ മുസ്ലിമീൻ, ഞാനാണ് അതിന് ഒന്നാമത്തെ മുസ്ലിമായി സാക്ഷ്യം വഹിക്കുന്നത് എന്ന് പറയാനാണ് യഥാർത്ഥത്തിൽ. അപ്പോ നിനക്ക് വിജയം കണ്ടു കഴിഞ്ഞാൽ, നിനക്ക് ആഹ്ലാദമുള്ള സന്ദർഭം ഉണ്ടായി കഴിഞ്ഞാൽ, നിനക്ക് എല്ലാം കിട്ടിയെന്ന് തോന്നുമ്പോ നീ ചാടിക്കഴിക്കല്ല വേണ്ടത്, നിന്റെ രക്ഷിതാവിന്റെ പരിശുദ്ധി പ്രകടിച്ചു. കാരണം ഇത് നിനക്ക് തന്നത്. കാരണം അങ്ങനെ ഒരു മാനസികസ്ഥ ഉണ്ടെങ്കിലേ മനുഷ്യന് നിഗളിപ്പുണ്ടാവാതെ, അഹങ്കാരം ഉണ്ടാവാതെ, പൊങ്ങച്ചം ഉണ്ടാവാതെ, താൻ പോരും ഉണ്ടാവാതെ, മറ്റവനേക്കാൾ വലുതാണ് ഞാൻ എന്ന് തോന്നാതെ, എല്ലാ ശിരസ്സുകളും നമിക്കുന്ന രക്ഷിതാവിന്റെ മഹത്വത്തെ അറിഞ്ഞുകൊണ്ട് എന്റെ സഹോദരനാണ് അവന് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് സമഭാവനയോടെ ഭൂമിയിൽ പെരുമാറാൻ സാധിക്കുള്ളൂ. ഇത് പരലോകത്തിന് ശേഷം അപ്ലൈ ചെയ്യുന്ന സംഗതിയല്ല. ദുന്യാവില് ഭൂമിയില് ശാന്തം ജീവിതം, സമാധാന ജീവിതം, അക്രമരഹിതമായ ജീവിതം, ആശ്വാസത്തിന്റെ ജീവിതം അത് ലഭിക്കണമെങ്കിൽ മനുഷ്യൻ അവന്റെ നില മനസ്സിലാക്കണം. എനിക്ക് ലഭ്യമായത് എന്റെ രക്ഷിതാവെന്നാണ്. എനിക്ക് കുറച്ച് കൂടുതലുണ്ടെങ്കിൽ, എന്റെ തൊട്ടടുത്തിരിക്കുന്നതിന് കുറച്ച് കുറവുണ്ടെങ്കിൽ അത് രണ്ടും നിശ്ചയിച്ച രക്ഷിതാവാണ്. ഞാൻ കൊടുക്കുമോ അവൻ ക്ഷമിക്കുമോ എന്ന് നോക്കാനാണ് എന്നൊരു ബോധം വേണം. അങ്ങനെ ഒടുവില് പ്രവർത്തനത്തിന്റെ വിജയം, എല്ലാ സൗകര്യവും ഉണ്ടാകുമ്പോ ആഹ്ലാദിച്ച് ചാടേണ്ടല്ല വേണ്ടിയത് സത്യം ഒന്നുകൂടി ഉറക്കം പ്രഖ്യാപനം. എന്റെ രക്ഷിതാവ് മഹാപരിശുദ്ധനാണ്, അവന്റെ സ്തുതിഗീതങ്ങള് ഞാനിതാ വാഴ്ത്തുന്നു. ഞാൻ മനുഷ്യനാണ്, ഈ പ്രവർത്തനത്തിന്റെ ഇടയിൽ ഇവിടെ അപാകതകൾ വന്നുപോയിട്ടുണ്ടാവും, അതുകൊണ്ട് എന്നോട് തൗബയും പറഞ്ഞോളൂ. ഇത്രയും വളരെ ഗംഭീരമായ ഒരു തത്വം യഥാർത്ഥത്തിൽ മനുഷ്യനെ പഠിപ്പിക്കുന്നത് മനുഷ്യന് യാഥാർത്ഥ്യ ബോധം ഉണ്ടാവാം. ഇവിടെ നമ്മൾ പൊങ്ങച്ചം, അഹങ്കാരം, ഈ സത്യത്തോട് മനുഷ്യന് ആഭിമുഖ്യം പകർത്താൻ കഴിയാതെ വന്നാൽ അഹങ്കാരിയും പൊങ്ങച്ചക്കാരനാകും. അപ്പൊ അങ്ങനെ പൊങ്ങച്ചക്കാരനായി കഴിഞ്ഞാൽ അവനെ സംബന്ധിച്ചിടത്തോളം അവനെ തന്നെ മറന്നുപോകും. അല്ലാഹു സുബ്ഹാനഹു വ തആല പിന്നെ മറപ്പിച്ചു കളയും എന്നൊക്കെ ഖുർആനിലൂടെ പല സ്ഥലത്തും അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. ഈ സാധാരണ നിലയിലുള്ള മനുഷ്യന്മാരാണ് ഈ യാഥാർത്ഥ്യ ബോധത്തോട് പെരുമാറാൻ പലപ്പോഴും ഉണ്ടാവുക. ഈ സത്യവിശ്വാസം എന്ന് പറയുന്ന കുറച്ച് ബുദ്ധിമുട്ടുള്ള ദേശം കാശ് പൈസ കിട്ടുമ്പോ എല്ലാവരും കൊണ്ട് മാറും. ലേബലൊക്കെ സത്യവിശ്വാസിയായിരിക്കും. പക്ഷെ കുറച്ച് പൈസ കിട്ടുമ്പോ, സ്ഥാനമാനങ്ങളൊക്കെ ഉണ്ടാവുമ്പോ സത്യവിശ്വാസത്തിന് ഉൾക്കാൻ കണ്ട് പ്രവർത്തിക്കാൻ കഴിയാത്ത നാട്ടിലെ വലിയ കൊമ്പന്മാർ. അങ്ങനെ വലിയവന്മാരായിരിക്കണ കുറച്ച് ആളുകളുള്ള സ്ഥലത്ത് നമ്മളൊരു സത്യപ്രബോധനം ചെയ്യാൻ ചെന്ന് കഴിഞ്ഞാൽ പ്രബോധനം തോന്നും. ആ വലിയവന്മാരൊക്കെ ദീൻ വിശ്വസിച്ചിരുന്നെങ്കിൽ ഈ പാവപ്പെട്ടവരൊക്കെ വേഗം വരുമായിരുന്നു എന്ന് കഴിഞ്ഞ ആഴ്ച പറഞ്ഞതുമായിട്ട് ബന്ധിപ്പിച്ചാൽ മനസ്സിലാവും. നാട്ടിലെ കൊമ്പന്മാരായ അബൂജഹൽ, ഉത്ബത്ത്, ശൈബത്ത് പോലെയുള്ള ആളുകളെ ദീൻ സ്വീകരിച്ചിരുന്നു എങ്കിൽ ഇസ്ലാം ദീനിന് ശക്തി ഉണ്ടാകുമായിരുന്നു എന്ന് ഒരു ദുർബല ചിന്ത പ്രവാചകന്റെ മനസ്സിൽ ഇങ്ങനെ ഉണ്ടായപ്പോഴാണ്, അവരുമായി ചർച്ച നടത്തുമ്പോഴാണ് അന്ധനായ ഒരാൾ കടന്നു വന്ന അബസവത്തവരുടെ കഥ കഴിഞ്ഞ ആഴ്ച പറഞ്ഞു. നീ എന്താണ് വിചാരിച്ചത്? ഈ ചങ്ങാതിമാര് പരിശുദ്ധി നേടിയില്ലെങ്കിൽ നിനക്കെന്താ? ആ പാവപ്പെട്ട മനുഷ്യന്, യാഥാർത്ഥ്യം ഗ്രഹിക്കാൻ തയ്യാറുള്ള മനുഷ്യന് ഈ കാര്യം എന്താ നിങ്ങൾക്ക് പറഞ്ഞു കൊടുത്താൽ എന്ന് പറഞ്ഞ നബിയെ മക്കയിൽ ശാസിച്ചു. മക്കയുടെ ജീവിതത്തിന്റെ അവസാന പാദത്തുമ്പോ വീണ്ടും അതേപോലെ ഒരു നിർദ്ദേശം അല്ലാഹു സുബ്ഹാനഹു വ തആല നീ എപ്പോഴും നിന്റെ നില, നിന്റെ നഫ്സിനെ ഉറപ്പിച്ചേർക്കണം. അതായത് നഫ്സിനെ ഉറപ്പിച്ചേർന്ന നിന്റെ നിലപാട്. നീ നിലക്കൊള്ളേണ്ടത് കുറച്ച് മനുഷ്യന്മാരെ കൂടെയാണ്. ആരാണ് അവര്? അള്ളാഹുവിന്റെ തൃപ്തി കാക്ഷിച്ചുകൊണ്ട് പ്രഭാതത്തിലും പ്രദോഷത്തിലും ദൈവസ്മരണ പുലർത്തുന്ന കുറെ മനുഷ്യന്മാരുണ്ടാവും. അവരുടെ മൂല്യങ്ങളും മാനദണ്ഡങ്ങളും അള്ളാഹുവാണ്. അതുകൊണ്ട് അവരോടൊപ്പം നിൽക്കണം. ഭൗതിക ജീവിതത്തിന്റെ അലങ്കാരം, ഭൗതിക ജീവിതത്തിന്റെ സ്ഥാനമാനങ്ങൾ, ഭൗതിക ജീവിതത്തിന്റെ പദവികൾ, ഭൗതിക ജീവിതത്തിന്റെ ബഹുജന പിന്തുണ, ഭൗതിക ജീവിതത്തിന്റെ പത്രമാധ്യമങ്ങളിലും ഇതിലും വരുന്ന ഭയങ്കരമായ പോലത്തിൽ അതെന്ന് ഉദ്ദേശിച്ചുകൊണ്ട് നീ അവരിൽ നിന്ന് കണ്ടു തിരിച്ചു കളയുന്നത്. വേറെ കുറെ ആളുകളുണ്ട്. നേരത്തെ പറഞ്ഞ അള്ളാഹു എന്ന യാഥാർത്ഥ്യം അംഗീകരിക്കാത്തവൻ കഴിയാത്തവൻ എന്താ ചെയ്യാ?
അവൻ ഓരോ കാര്യത്തിലും അവന്റെ തടിയിലേക്ക് നോക്കും, അവന്റെ സമ്പത്തിലേക്ക് നോക്കും, അവന്റെ മക്കളിലേക്ക് നോക്കും, അവന്റെ പൊസിഷനിലേക്ക് നോക്കും, അവന്റെ സ്വാധീനത്തിലേക്ക് നോക്കും. അങ്ങനെയാണ് പാവപ്പെട്ടവർക്ക് ഇന്ന ആരും സഹായിക്കാൻ അള്ളാഹ് അത്രേ ഉള്ളൂ എന്ന് കേൾക്കണം. ശേഷം പൈസ ഉള്ളു ഞാൻ കുഴപ്പമില്ല, എന്തെങ്കിലും പറ്റിയാൽ ഒറ്റ കൊടുത്താളാണ്. അതെ, അതീ പോയിക്കോ, ഞാൻ വിളിച്ചു പറഞ്ഞോളാം, ഞാൻ വിളിച്ചു പറഞ്ഞു. മന്ത്രിയും പരിചയമുണ്ടാണ്, ഞാൻ വിളിച്ചു പറഞ്ഞു വെക്കും. വളരെ ഈസിയായിട്ട് നമ്മൾ ചെയ്യേണ്ട സ്ഥലത്ത് ആ വെക്കും, ഞാൻ വിളിച്ചു പറഞ്ഞോളാം. ഒന്നിനും കഴിവില്ലാത്തതിന്റെ നിവൃത്തിയില്ലേ, സഹായിക്കണേ സഹായിക്കണേ സഹായിക്കണേ. ഇതാണ് ജീവിതത്തിന്റെ രണ്ട് രീതികൾ. അള്ളാഹുവിനെ അംഗീകരിക്കുന്നവനുടനെ പടച്ച തമ്പുരാനെ മാത്രമേ കാണുള്ളൂ. ലേശം സൗകര്യങ്ങൾ കിട്ടിക്കഴിയുമ്പോ അവനവന്റെ ധനത്തിലേക്കാണ് നോക്കുക, അവന്റെ മക്കളിലേക്കാണ് നോക്കുക, അവന്റെ സ്വാധീനത്തിലേക്ക് നോക്കുക, അവന്റെ മറ്റു പൊസിഷനിലേക്ക് നോക്കുക. അതവന്റെ പടച്ചോനാവും. അപ്പോ അവന്റെ മനസ്സിനെ നാം തെറ്റിക്കും. ഞാനെന്ത് പറഞ്ഞു? അതേ പറഞ്ഞു, നമ്മൾ സ്മരിക്കുന്ന അത്തരക്കാരെ മനസ്സിനെ നാം മാറ്റും. എന്നിട്ട് അത്തരക്കാരെ അവരുടെ തോന്നിയാസങ്ങളെയാണ് അവർ വരുന്നത്. അവർക്ക് ലക്ഷ്യം വേറെ ആയിരിക്കും, ഭൗതിക ജീവിതത്തിന്റെ സുഖഭോഗങ്ങളാണ്. അത്തരം സുഖഭോഗങ്ങളായി ചിന്തയുമായി നടക്കുന്ന ആളുകളുണ്ടല്ല, വലാത്ത നീ അവരനുസരിച്ചു. കാര്യം കൈവിട്ട കാര്യം കൈവിട്ട പല മനുഷ്യന്മാരുണ്ട്, അവരെയും നീ അനുസരിക്കരുത് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വഴി നമ്മളെ പറഞ്ഞു പറ്റി. ഇതിന് വലിയ ആഴം. ഏത് വിഷയത്തിലും അല്ലാഹു സുബ്ഹാനഹു വ തആലയാണ് യഥാർത്ഥത്തിൽ മൂല്യവത്തായത്. പടച്ചവന്റെ അടുത്താണ് ശക്തി, പടച്ചവന്റെ അടുത്താണ് ഊർജം, പടച്ചവന്റെ അടുത്താണ് കഴിവ്, പടച്ചവനാണ് ബുദ്ധി, പടച്ചവനാണ് കാര്യങ്ങൾ അറിയുന്നത്. നിയന്ത്രണം അവന്റെ കയ്യിലാണ്. നമ്മുടെ കൈവശമുള്ള പണമോ നമുക്കുള്ള സ്വാധീനമോ ബന്ധുജനങ്ങളോ അതുപോലെ മറ്റു സംഗതികളോ ഒന്നും ഒരിക്കലും അല്ലാഹു തീരുമാനിക്കാതെ നമ്മളെ സഹായിക്കാൻ പറ്റില്ല. അള്ളാഹു അനുവദിച്ചത് കൊണ്ട് മാത്രമാണ് അതൊക്കെ നമ്മളെ സഹായികളായി നമുക്ക് തൽക്കാലം തോന്നുന്നത്. സഹായം അള്ളാഹുവിൽ നിന്ന് മാത്രമാണ്. ഇതാണ് ഒരു യാഥാർത്ഥ്യം. ഈ യാഥാർത്ഥ്യം മനുഷ്യ മനസ്സിന് ബോധ്യമാകുമ്പോ, അതിനോടുള്ള സമീപനം ഉണ്ടാവുമ്പോ അവൻ വിനയാന്വിതനാവും. ഞാനല്ല എന്റെ പണത്തിന്റെ അവകാശി, എന്റെ പൊസിഷന്റെ ഉത്തരവാദി ഞാനല്ല. ഏത് നിമിഷവും കുഴഞ്ഞു വീഴാവുന്ന ഒരു തടി, ഏത് നിമിഷവും പറന്നു പോകാവുന്ന ഒരു ജീവൻ, ഏത് നിമിഷവും ഫെഡായി പോകാൻ പറ്റുന്ന ഒരു മനസ്സ്, ഇതുമായിട്ടാണ് ഞാൻ നടക്കുന്നത്. അതുകൊണ്ട് അഹങ്കരിക്കാനും പൊങ്ങച്ചം പറയാനും അതുപോലെ തന്നെ പുകഴ്ത്തിപ്പാടാനും അവദാനങ്ങൾ വാനോളം വാഴ്ത്താനും എനിക്കൊന്നുമില്ല എന്നൊരു യാഥാർത്ഥ്യം. ആ യാഥാർത്ഥ്യ ബോധത്തിലാണ് മനുഷ്യന്റെ സ്നേഹവും കരുണയും സൗഹൃദവും ഊട്ടിവർപ്പിക്കപ്പെടുക. അങ്ങനെ ഒരു ജീവിതമാണ് യഥാർത്ഥത്തിൽ ഭൂമിയിലെ മനുഷ്യന്മാർക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിലൂടെ വരച്ചു കാണിക്കുന്നത്. അതിന്റെ ആഴങ്ങളിൽ ഇറങ്ങി കാലികമായി അതെങ്ങനെ ഇംപ്ലിമെന്റ് ചെയ്യണം എന്ന് പഠിപ്പിച്ചു കൊടുക്കാൻ ഈ സമുദായത്തിന് നിർഭാഗ്യവശാൽ കഴിവില്ലാതായി പോയതുകൊണ്ട് ഈ പറഞ്ഞ ഒരു സംഗതിയും മറ്റാർക്കും നമുക്ക് തന്നെ മനസ്സിലായിട്ടില്ല, മറ്റുള്ളവർക്ക് മനസ്സിലാവില്ല. ആ അവസ്ഥയിൽ നിന്ന് മാറണമെങ്കിൽ ഖുർആനിലേക്ക് കൂടുതൽ ആഴത്തിൽ ഇറങ്ങുകയും പഠിക്കുകയും ജീവിതത്തിൽ പകർത്തുകയും മറ്റുള്ളവർക്ക് എത്തിക്കുകയും ചെയ്യണം. അതിന് കാരുണ്യവാനായ തമ്പുരാൻ നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. الحمد لله حمدا كثيرا طيبا مباركا ينبغي لجلال وجهه وعظيم سلطانه. سبحانك لا نزيدنا كما أثنيت نفسه لك الحمد حتى ترضى. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد. أيها الإخوة الأحباب، ഒരിക്കൽ കൂടി അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിധികളെ പ്രമാണിച്ചുകൊണ്ട് ജീവിക്കണമെന്ന് എന്നോടെന്നവരെ നിങ്ങളോടും ചെയ്യുക. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ അടിമയായിരിക്കുക എന്നൊരു സുഖമാണ്. പക്ഷെ മനുഷ്യർ പലപ്പോഴും വേറെ പലതിന്റെ അടിമകളാണ്. നമ്മുടെ വികാര വിചാരങ്ങളുടെ സമ്പത്തിന്റെ ചില ഭൗതിക ആശയങ്ങളുടെ അടിമയായിട്ട് അതിനടിച്ചായിട്ടാണ് ആധുനിക ലോകത്തിൽ അധിക മനുഷ്യൻ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഇവിടെ സമാധാനം ഉണ്ടാവില്ല, ശാന്തം ഉണ്ടാവില്ല, ഇങ്ങനെ കാണുന്നതുണ്ടാവും.
ഏത് നിമിഷവും എന്തും സംഭവിക്കും എന്നുള്ള ഫലത്തിൽ ആധുനിക ലോക ജീവിതം പോയിക്കൊണ്ടിരിക്കും. അതായത് മനുഷ്യന്റെ മറ്റെല്ലാ അടിമത്തത്തിൽ നിന്നുമാണ് മോചിപ്പിച്ച് അല്ലാഹുവിന്റെ അടിമയിലേക്ക്. അതാണ് ഖുർആൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോഴെല്ലാവരും സമമുള്ളൂ. മറ്റത് മനുഷ്യന്റെ അടിമയാകും. കുറച്ച് ആളുകൾ ഏമ്മമാര് ഒരു തീരുമാനിക്കും മറ്റുള്ളവരെന്താ ചെയ്യുന്നത്. ജമ്മിമാരും കുടിയന്മാരും ഒക്കെ നമ്മുടെ നാട്ടിൽ പണ്ടുണ്ടായിരുന്നു. അതുപോലെ ഇന്ന് നാട്ടില് ആധുനിക ഏമ്മമാരും അതുപോലെ തന്നെ പാവപ്പെട്ടവരുണ്ട് എന്നുള്ളത് ഒന്ന് നോക്കറിയാം. ഭരണാധികാരികളായാൽ അവനെന്ത് ചെയ്യാം? ഏത് പാതിരാത്രി നിയമം ഏത് കോലത്തിലും വഴിതെറ്റിച്ചു അവന്റെ ഇഷ്ടത്തിന് വളച്ചൊടിക്കാനും ഉള്ള എല്ലാ സംവിധാനങ്ങളും സൗകര്യങ്ങളും ഉണ്ട്. പക്ഷെ ഈ അധികാരമൊന്നും എല്ലാ കാലത്തും അല്ലാഹു സുബ്ഹാനഹു വ തആല കൊടുക്കില്ല എന്നുള്ളതാണ്. അത് നമ്മളൊന്ന് മനസ്സിലാക്കണം. എല്ലാ ആളുകളൊന്നും മനസ്സിലാക്കണം. ഈ യാഥാർത്ഥ്യത്തോടെ മനസ്സിലാക്കിയ വേണമെങ്കിൽ വിശ്വസിച്ചാൽ അവിടെ ഒരു സ്വാതന്ത്ര്യം വന്നിട്ടുണ്ട്. അത് നമുക്ക് അനുഭവിച്ചറിയാൻ പറ്റുന്ന സ്വാതന്ത്ര്യം. സത്യത്തിന്റെ രക്ഷിതാവുകളാണ്. ഇതെല്ലാം പടച്ചുണ്ടാക്കി സംവിധാനിക്കുന്ന അള്ളയാണ്. നിങ്ങൾക്ക് തന്ന ഓരോ സംഗതിയും നിശ്ചിത കാലത്തേക്കാണ്. അത് കഴിഞ്ഞ് നാം മരിപ്പിച്ചാൽ ഇതിലൊക്കെ ചോദ്യം ചെയ്യും. ചോദ്യം ചെയ്താൽ അള്ളാഹ് നിർദ്ദേശിച്ചത് അല്ലാതെ പ്രവർത്തിച്ചവനെ കുറിച്ച് നടത്തില്ല. ആ നിർദ്ദേശിച്ചതിനനുസരിച്ചവനെ പിടിച്ച് സ്വർഗത്തിലാക്കി. ഇതൊരു യാഥാർത്ഥ്യമാണ് പറയുന്നത്. മകളുണ്ടാവും ഈ സത്യം പറയാം. അത് നിന്റെ രക്ഷിതാവുകളാണ്. മോശാപര്യമേ വേണമെന്ന് വിശ്വസിച്ചാൽ ഇഷ്ടമുള്ളവർ വിശ്വസിക്കുക. ഉദ്ദേശിക്കുന്നവർ വിശ്വസിക്കാം. മോശാവിനെ ഇഷ്ടമുള്ളവരെ നിഷേധിക്കുകയും ചെയ്യാം, പിരിക്കുകയും ചെയ്യാം. അതൊരു വിശ്വാസ സ്വാതന്ത്ര്യം അല്ലാഹു സുബ്ഹാനഹു വ തആല. അതിന് കൂച്ചുവിലങ്ങിടാൻ അല്ലാഹു തആല ഉദ്ദേശിക്കുന്നില്ല. വിശ്വാസ സ്വാതന്ത്ര്യം എല്ലാവർക്കും ഉണ്ട്. ആരും ആരുടെയും മേൽ അടിച്ചേൽപ്പിക്കാൻ പാടില്ല എന്നുള്ളതാണ് നിയമം. ഒരു നിർബന്ധമില്ല. ഇത് സ്വതന്ത്രമായി പറയുക. മനുഷ്യന് സ്വതന്ത്ര ജീവിയായി വിടുകയും വിശ്വസിച്ചിട്ട് നന്നാവുകയും ചെയ്യാം, നിഷേധിച്ചിട്ട് നശിക്കുകയും ചെയ്യാം. അത് അവൻ തീരുമാനിക്കണം. ഓരോരുത്തരും തീരുമാനിക്കണം. മനുഷ്യൻ പറഞ്ഞാല് അവന്റെ അധ്വാനം അല്ലാതെ പറ്റുന്നില്ല. പക്ഷെ ഒരു കാര്യം കൂടി മനസ്സിലാക്കിയിട്ട് നിഷേധിക്കണമെന്ന് തൊട്ടടുത്ത പിൻകുറിയായി അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാം. ഇന്നാ അഅ്തദിനാ ലിൽ-ളാലിമീന നാറൻ ഹഖ ബിഹിം സുറാദിഖുഹാ വയസ്തഗീഥു യുആദു ബിമാഇൻ കൽ-മുഹ്ലി യശ്വൽ വുജൂഹ ബിസ-ശറാബ് വസാഅത മുർതഫഖ. അക്രമമാണ് വിശ്വസിക്കാത്തത്. ക്രമം തെറ്റി ഏർപ്പാടാ. അക്രമികൾക്ക് നാം ഒരുക്കി വെച്ചിരിക്കുന്നത് തീജ്വാലകളാൽ വലയം ചെയ്യപ്പെടുന്ന നരകമാണ്. അവിടെ ആഹാരമായി അവർ വെള്ളത്തിന് കേഴുമ്പോ അവർ ഉരുക്കിയ ലോഹം പോലെ മുഖത്തെ കരിച്ച് വേവിച്ച് കളയുന്ന വെള്ളമാണ് പാനം ചെയ്യാൻ നൽകുക എന്ന് പറഞ്ഞാല് നമുക്ക് മനസ്സിലാവാൻ വേണ്ടി പറഞ്ഞു. വെള്ളം ചോദിച്ചാൽ എടുത്ത് ലോഹം ഉരിക്കുന്ന കുടിക്കാൻ പറ്റും. എടുക്കുമ്പോൾ തന്നെ മോന്ത കഴിയും. അത്ര ഹീനമായ എന്നിട്ട് അള്ളാഹു അതായത് മോശമായ ഒരു പാനീയവും നശിച്ച സംഗീതവുമാണ്. അതേസമയം ഇതൊക്കെ വിശ്വസിച്ച് സൽക്കർമ്മ ചെയ്യുന്ന ആളുകളുടെ പ്രതിഫലമൊന്നും നാം പാഴാക്കില്ല. വേണമെങ്കിൽ വിശ്വസിച്ചാൽ വേണമെങ്കിൽ വിശ്വസിച്ചു എന്ന് പറഞ്ഞാൽ من أساور من ذهب ويلبسون ثيابا خضرا من سندس واستبرق المتقين فيها على الأرائك ونعم الثواب وحسنة مرتفقة. രസകരമായ പറയും. സത്യവിശ്വാസം സ്വീകരിക്കുന്നവർക്ക് താഴ്ഭാഗങ്ങളിലൂടെ അരിവലൊഴുകുന്ന നിത്യാനന്ദത്തിന്റെ സ്വർഗ്ഗാരാമം. ആരാമങ്ങളിൽ അവര് സ്വർണ്ണവളകൾ അണിയിക്കപ്പെടും. അങ്ങനെ സ്വർണ്ണവളകൾ അണിയിക്കുന്നത് വലിയൊരു ഗൗരവമായി കാര്യം. നമുക്ക് വലിയ കാര്യമില്ല. അറേബ്യയിലെ ആ കാലഘട്ടത്തിൽ ആളുകൾ പ്രൗഢിയുടെ ലക്ഷണമാണ് സ്വർണ്ണവളാണ്. എന്നിട്ട് നേരിയതോ തടിച്ചതോ ആയ പച്ചപ്പട്ടുടയാടകൾ അതണിയും. എന്നിട്ട് ചാരുമഞ്ചങ്ങളിൽ ഇങ്ങനെ ചാരിയിരുന്ന് ആസ്വദിക്കും. അതൊക്കെ നാം അവിടെ അവർക്ക് ഒരുക്കി വെച്ചിട്ടുണ്ട്. എന്നിട്ട് ന്യായമസഭ വളരെ ഉത്തമമായ പ്രതിഫലം, ഏറ്റവും മഹത്തായ സംഗീതം. ആ സങ്കേതത്തിലേക്കാണ് മനുഷ്യൻ നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. സത്യവിശ്വാസം അല്ലാതെ ഒരിക്കൽ ലോഹം മുഖം കരിച്ച് വേവിച്ച് കളയുന്ന ലോഹം കുടിക്കുന്ന മോശമായ സങ്കേതത്തിൽ ഇത് സത്യം. ഇഷ്ടമുള്ളവനെ വിശ്വസിക്കാം, ഇഷ്ടമുള്ളവനെ നിഷേധിക്കാം. വിശ്വസിച്ച് രക്ഷ പ്രാപിക്കണോ നിഷേധിച്ച് നശിക്കണോ എന്ന് ഓരോരുത്തരും തീരുമാനിച്ചുള്ളൂ എന്നുള്ള എല്ലാം പറഞ്ഞിട്ട് അത് പ്രവാചകന്മാർ വഴി പ്രബോധകന്മാർ വഴി പഠിപ്പിച്ചു കൊടുക്കുക. ഈ മഹത്തായ ആ മാർഗദർശനം, ഉദാത്തമായ ഈ സ്വപ്നം, മഹോന്നതമായ ഈ വഴി, ഇത് കളഞ്ഞിട്ട് എങ്ങോട്ട് പോയാലും കിട്ടുന്നതൊക്കെ താൽക്കാലിക
മിന്നാമിനുങ്ങിന്റെ മിന്നലാട്ടങ്ങൾ മാത്രമായിരിക്കും എന്നൊരു ബോധവും സത്യവിശ്വാസിക്കുണ്ടാവണം. അങ്ങനെ യാഥാർത്ഥ്യ ബോധത്തോടെ ലക്ഷ്യം കാണുന്ന വിജയം പ്രാപിക്കുന്ന വഴിയിലൂടെ സഞ്ചരിച്ച് ജീവിത വിജയം പ്രാപിക്കാൻ കാരുണ്യവാനായ തമ്പുരാൻ നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇന്നല്ലാഹ മലായികതഹു യുസല്ലൂന അലന്നബി യാ അയ്യുഹല്ലദീന ആമനൂ സല്ലു അലൈഹി വസല്ലിമു തസ്ലീമാ. اللهم صل على محمد وعلى ال محمد كما صليت على ابراهيم وعلى ال ابراهيم في العالمين انك حميد مجيد. اللهم ارض عن ابو بكر وعمر وعثمان وعلي وبقيه اصحاب رسول الله اجمعين. قائمين ولا يتبعون الى الله والقرآن والشباب الذي خدم وبارك لنا ഞങ്ങളുടെ മാതാപിതാക്കന്മാർ, സഹോദരങ്ങൾ, ഭാര്യമാർ, സുഹൃത്തുക്കൾ, മുഴുവൻ സത്യവിശ്വാസികൾ, മുൻകാല സത്യവിശ്വാസികൾ എല്ലാവർക്കും എല്ലാ പാപങ്ങളും ചെലവാണ്. ഞങ്ങൾ മുന്നിലെത്തിയ ആൾക്കാരുടെ കബറിടങ്ങളെ തോന്നമാക്കി മെച്ചപ്പെടുകയാണ്. നാഥ, ഞങ്ങളുടെ രോഗികളുടെ രോഗങ്ങളെല്ലാം ശിവപ്പെടുകയാണ്. അവർക്ക് ആശ്വാസവും സമാധാനം നൽകണേ. അവരുടെ വേണ്ടപ്പെട്ട ആളുകൾക്ക് സമാധാനം നൽകണേ. അവരുടെ കുറവുകളെല്ലാം പരിഹരിച്ചു കൊടുക്കണേ. ഞങ്ങളുടെ സന്താനങ്ങളിൽ സമ്പത്തുകളിൽ നന്മ പ്രാപിപ്പിച്ചു തരണേ. ഞങ്ങൾ ശരിയായ നിലയിലുള്ള മാർഗദർശനം തരണേ. നല്ല ബുദ്ധി നൽകി അനുഗ്രഹിക്കണേ. എപ്പോഴും നിന്റെ ദീനിൽ പഠിക്കാനും അത് ജീവിതത്തിൽ പകർത്താനും മറ്റുള്ളവർക്ക് എത്തിക്കാനുള്ള ഒരു താല്പര്യവും ആഗ്രഹവും തൗഫീഖും നിങ്ങൾ അനുഗ്രഹിക്കണേ. ഈ ദീൻ യഥാവിധി ഉൾക്കൊള്ളാനും അതിന്റെ യഥാർത്ഥത്തിലുള്ള ആസ്വാദനം ദുനിയാവിൽ തന്നെ ആസ്വദിച്ച് പരലോകത്തെ ആസ്വാദനത്തിന് വേണ്ടി നിന്നെ കാണാൻ വരാനുള്ള തൗഫീഖ് നൽകണേ. എല്ലാ കാര്യങ്ങളും നിന്റെ വൃത്തിയിലാക്കി ചെയ്യാനുള്ള പ്രത്യേകമായ കഴിവ് നിങ്ങൾക്ക് തരണേ തമ്പുരാനെ. ഞങ്ങളുടെ മനസ്സിന് പൈശാചിക ദൗർബോധനം മാറ്റി നൽകണേ തമ്പുരാനെ. പൈശാചി ഞങ്ങളുടെ ഇടയിൽ കുഴപ്പമുണ്ടാക്കുന്നതിനെ കുറിച്ച് നിന്നോട് ഞങ്ങൾ കാവലം ചോദിക്കുന്നു. എപ്പോഴും കാവലം ചോദിച്ചുകൊണ്ടിരിക്കാനുള്ള ഒരു മനസ്സ് നൽകി അനുഗ്രഹിക്കണേ തമ്പുരാനെ. പ്രാർത്ഥന നിരന്തരമായ ഒരു മനസ്സ് നൽകി അനുഗ്രഹിക്കണേ തമ്പുരാനെ. ഞങ്ങളുടെ മരണം സക്രാത്തിൽ വച്ച് ഏറ്റവും ആശ്വാസപ്രദമാക്കി മാറ്റണേ തമ്പുരാനെ. ഞങ്ങളുടെ കബറിടങ്ങൾ പ്രകാശപൂരിതങ്ങളാക്കി തരണേ തമ്പുരാനെ. നാഥ, മഹ്ശറിൽ ഞങ്ങളെ സഹായിക്കണേ നാഥ തമ്പുരാനെ. ഞങ്ങളുടെ കബറിടങ്ങളെ നീ പ്രകാശപൂരിതങ്ങളാക്കി മാറ്റണേ തമ്പുരാനെ. മഹ്ശറിൽ ഞങ്ങളെ സഹായിക്കണേ നാഥ. നരക ശിക്ഷയിൽ ഞങ്ങളെ നീ മോചിപ്പിക്കണേ തമ്പുരാനെ. അല്ലാഹു ഫിർദൗസിൽ നൽകി അനുഗ്രഹിക്കണേ തമ്പുരാനെ. ഫിർദൗസിൽ നിന്റെ നൽകി അനുഗ്രഹിക്കണേ തമ്പുരാനെ. ഈ പ്രാർത്ഥന തട്ടാതെ സ്വീകരിക്കുകയും ഉത്തരം നൽകി അനുഗ്രഹിക്കുകയും ചെയ്യുന്നതാഥ. ഈ പ്രാർത്ഥന തട്ടാതെ സ്വീകരിക്കുകയും ഉത്തരം നൽകി അനുഗ്രഹിക്കുകയും ചെയ്യുന്നതാഥ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات والأحياء منهم والأموات. اللهم أعز الإسلام والمسلمين. اللهم أعز الإسلام والمسلمين. اللهم انصر أعمال المجاهدين في كل أماكن الأرض يا أرحم الراحمين. ربنا تقبل منا دعاءنا وتب علينا إنك أنت التواب الرحيم. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. وآخر دعوانا أن الحمد لله رب العالمين.